കഴിഞ്ഞ ദിവസം മലപ്പുറത്തേക്ക് പച്ചക്കറി ലോഡും കൊണ്ട് വന്ന ലോറിയിൽ മുഴുവൻ സ്ഫോടക വസ്തുക്കൾ, അതായത് ജലാറ്റിൻ സ്റ്റിക്ക്. ഇത്രയധികം ജലാറ്റിൻ സ്റ്റിക്ക് മലപ്പുറത്തേക്ക് മാത്രം ഒഴുകി വരാൻ ഒറ്റ കാരണമേ ഉള്ളൂ. കേരളത്തിലുള്ള എല്ലാ ജില്ലകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ കരിങ്കൽ കോറികൾ പ്രവർത്തിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ മാത്രം ഇത്രയധികം കരിങ്കൽ കോറികൾ പ്രവർത്തിക്കാൻ ബാക്കിയുള്ള ജില്ലകളിൽ പാറ ഇല്ലാഞ്ഞിട്ടല്ല, മലപ്പുറത്തുള്ള ജനങ്ങളെ പറഞ്ഞൊറ്റിക്കാൻ ഭയങ്കര ഈസിയാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ബാക്കിയുള്ള എല്ലാ ജില്ലകളെ അപേക്ഷിച്ച് മലപ്പുറം ജില്ലയിൽ മാത്രം ഇത്രയധികം കരിങ്കൽ ലോറികൾ. പറഞ്ഞു പറ്റിക്കുന്നതാട്ടെ നാട് വികസിക്കേണ്ടത്. നാട് വികസനത്തിൻ്റെ പേരും പറഞ്ഞ് മിക്ക കരിങ്കൽ കോറി ഉടമകളും ചെയ്യുന്നത് അവർക്ക് അനുവദിച്ച് കിട്ടിയതിൻ്റെ എത്ര ഇരട്ടിയാണ് വെട്ടിയെടുക്കുന്നത്. എന്ത് വികസനത്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിൽ കൺട്രോൾഡ് മൈനിങ് ആണ് വേണ്ടത്. അല്ലാണ്ട് 100 വർഷം വെട്ടാനുള്ളത് 5 വർഷം കൊണ്ട് വെട്ടിയെടുക്കുന്നതിനല്ല മൈനിങ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ പ്രദേശത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ കോറിയിലും അനുവദിച്ചു കൊടുത്തതിൻ്റെ ഇരട്ടിയോളാണ് വെട്ടിയെടുത്തിരിക്കുന്നത്. ആ റെഡ് ലൈനിൽ കാണിച്ചിരിക്കുന്ന അത്രയും ഭാഗം മാത്രമാണ് ഇവർക്ക് ലൈസൻസിനായിട്ട് ഖനനം ചെയ്യാൻ അനുമതി കിട്ടിയിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാം ഒരു അനധികൃതമായിട്ട് വെട്ടിയെടുത്തേക്കുന്നതാണ്. ഇത്തരത്തിലുള്ള അനധികൃത ഖനനത്തിന് വേണ്ടിയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അനധികൃതമായിട്ട് തന്നെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ജലാറ്റിൻ സ്റ്റിക്ക് പോലുള്ള ഐറ്റംസ് നമ്മുടെ മലപ്പുറത്തേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൺട്രോൾ മൈനിങ് അല്ലാത്തതുകൊണ്ട് മാത്രമാണ് പരിസരത്തുള്ള മിക്ക വീടുകൾക്കും വാർപ്പിനടക്കം വിള്ളൽ സംഭവിച്ചിരിക്കുന്നത്. ഇതെല്ലാം ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചിട്ടും യാതൊരുവിധ നടപടി എടുക്കാതിരിക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ. പല MLA മാരെയും മന്ത്രിമാരെയും ബിനാമികൾ മാത്രമാണ് ഇത്തരത്തിലുള്ള കോറി ഉടമകൾ.